എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പൗരോഹിത്യപട്ടം നൽകണമെന്നത് തന്നെയാണ് സീറോ മലബാർ സഭ സിനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിലപാടെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി. തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് അവർ എഴുതി നൽകേണ്ടതുണ്ട്. ഒരു പ്രത്യേക ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്നവർ ആ ജീവിതാന്തസ്സ് ആവശ്യപ്പെടുന്ന വ്രതങ്ങൾ പാലിക്കുകയെന്നത് സാധാരണമാണല്ലോ. ബഹുമാനപ്പെട്ട ഡീക്കന്മാർ അതിന് തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മീഡിയ കമ്മീഷൻ പറഞ്ഞു. എന്നാൽ അവരെ തടസ്സപ്പെടുത്തി തിരുപ്പട്ട സ്വീകരണം വൈകിപ്പിക്കുന്നവരാണ് തെറ്റിദ്ധരുത്തി ഡീക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ദുഃഖത്തിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത്. അരമന കയ്യേറി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയാൽ തിരുപ്പട്ടമെന്ന കൂദാശിയുടെ നിയമങ്ങൾ മാറ്റാമെന്നോ ഇല്ലാതാക്കാമെന്നോ കരുതുന്നത് സഭാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായ തീരുമാനമാകാം. ഒരു മെത്രാനെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ പട്ടം സ്വീകരിച്ചാൽ അത് നിലനിൽക്കുന്നതല്ല എന്നുകൂടി തിരിച്ചറിയണമെന്നും മീഡിയ കമ്മീഷൻ ഓർമ്മപ്പെടുത്തി. വളരെ സമാധാനപരമായി നടക്കേണ്ട കാര്യങ്ങളെ ഏതാനും പേരുടെ വ്യക്തി താൽപര്യങ്ങൾക്കു വേണ്ടി ക്രമസമാധാന പ്രശ്നമായി വളർത്തിയെടുക്കുമ്പോൾ കൂദാശകളുടെ പവിത്രത പൊതുസമൂഹത്തിൽ അപഹസിക്കപ്പെടാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര VC ആവശ്യപ്പെട്ടു.